ശരി കണ്ടില്ല ശരി ഞാൻ നമസ്കാരം. ഈ വീഡിയോ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. പല പല വാദങ്ങൾ, വിവാദങ്ങളോ ചർച്ചകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 2 പക്ഷത്തായിട്ട് ആളുകൾ നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാര്യം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരോട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് പറയുന്നത്. ഇതൊരു പക്ഷം പിടിക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഇതിനകത്തുള്ള ചില പ്രേക്ഷകരുടെ പ്രതികരണം ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഒരു വിഭാഗം, അതായത് ഈ പെൺകുട്ടി ഈ കാറിന് പുറത്ത് നിന്നുകൊണ്ട് ഈ താൻ കണ്ടു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ വാദങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ പെൺകുട്ടി പറയുന്നത് തൻ്റെ വീടിന് മുന്നിൽ വെച്ച് കാർ നിർത്തിയിട്ട് ഇതുപോലെ കാണിക്കേണ്ട ആവശ്യം എന്താണ്, ഇത്രയും വൃത്തികേട് എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. പെൺകുട്ടി അമ്മയോട് പറയുന്നു, അമ്മയും പെൺകുട്ടിയും കൂടി വീടിന് പുറത്തേക്ക് വന്നിട്ട് ഇവരോട് ചോദ്യം ചെയ്യുന്നു, കൂടെ കുറച്ച് നാട്ടുകാരും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ്. ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ, അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ, ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു, എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം പറയും. ഇയാൾ പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ, എന്ത് കഷ്ടം. രണ്ടാമത് ഈ പെൺകുട്ടി പറയുന്നത് തൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യരുത്. വളരെ പേഴ്സണലായിട്ട് പറയുന്ന കാര്യം, എന്തിനാണ് താങ്കൾ ഷൂട്ട് ചെയ്യുന്നതാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. എന്തായാലും പെൺകുട്ടി അനുകൂലിച്ചുകൊണ്ട് പറയുന്നവർ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന് മുന്നിൽ വെച്ച് വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും അപമര്യാദയായി കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുമോ എന്നുള്ളതാണ് ഈ പെൺകുട്ടിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ചോദിക്കുന്നവർ ആദ്യം ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത് കാണുന്നത്. നാട്ടുകാർ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ വീടിന് മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്, അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല ഇവരാരാണ് എന്ന് നാട്ടുകാരുടെ ചോദ്യങ്ങളെ ഭയന്നുകൊണ്ട് ഈ പെൺകുട്ടി റിയാക്ട് ചെയ്തതാണ് എന്നുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ പെൺകുട്ടി അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നവർ പറയുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗം എടുക്കാം. ആ കാറിലെ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആണത്. അദ്ദേഹത്തിൻ്റെ വേർഷൻ പ്രകാരം അദ്ദേഹം പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി വരണ വഴിക്ക് തനിക്ക് തളർച്ച ഉണ്ടാകുന്നു, കാർ നിർത്തിയിട്ട് തൻ്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുന്നു. അദ്ദേഹം പറയുന്നത് തൻ്റെ ഭാര്യയുടെ മടിയിലല്ലാതെ പിന്നെ താൻ ആരുടെ മടിയിൽ പോയി കിടക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേർഷൻ. അദ്ദേഹം അങ്ങനെ കിടക്കുന്നു, ഈ പെൺകുട്ടി കാണുന്നു, അദ്ദേഹം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇതിൽ എന്താണ് പ്രശ്നം, എന്താണ് താൻ കണ്ടതെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു. പെൺകുട്ടി വെളിപ്പെടുത്തുന്നില്ല. പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു, എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങൾ. ഇല്ലെങ്കിൽ സൗകര്യമില്ല, എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ, വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത് എന്റെ റൈറ്റാ, എന്താ കാര്യം, അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളുടെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ, എന്ത് പേഴ്സണലോ, ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്. അദ്ദേഹം ഈ വീഡിയോയുമായിട്ട് ഇതിന് ചുറ്റുപറ്റത്തും അദ്ദേഹം റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നവർ ആണ് ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം, നിജസ്ഥിതി. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അനുകൂലിച്ചുകൊണ്ട് പല പ്രേക്ഷകരും രംഗത്തെത്തുന്നവർ അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടി, അതായത് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കുന്ന പെൺകുട്ടി സദാചാരം കളിക്കുകയാണ്. അവർ കാർ നിർത്തിയിട്ട് അവരെന്ത് ചെയ്താലും ഈ പെൺകുട്ടിക്ക് എന്താണ് പ്രശ്നം, എന്തിനാണ് നാട്ടിൽ സദാചാരം കളിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ളവർ രംഗത്തെത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഈ പ്രശ്നം ഉന്നയിച്ച പെൺകുട്ടി ബിഗ് ബോസിലെ അനുമോളാണ് എന്നുള്ളതാണ്. കാരണം ജിസയിലും ആര്യനും തമ്മിലുള്ള പ്രശ്നവും അതൊക്കെ ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച അനുമോളിനെ ലാലേട്ടൻ വന്നിട്ട് അനുമോളിനെ ചൂടാവുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കുകയായിരിക്കും. അങ്ങനെ ഇത് നാട്ടിലെ അനുമോൾ എന്നാണ് ഈ പെൺകുട്ടിയും വിളിക്കപ്പെടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴേക്കും മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി ഇപ്പോൾ വളരെയധികം ഒരു മെൻ്റലി ട്രോമറ്റൈസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. കാരണം സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതും നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തനിക്ക് എന്നതാണ് ഈ പെൺകുട്ടിയുടെ നിലവിലത്തെ അവസ്ഥ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് മനസ്സിലാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. അതായത് ഈ 2 വ്യക്തികളും കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ അത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം
പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇത് വളരെയധികം ചർച്ചാ വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ്. അന്യൻ്റെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഇന്നത്തെ കേരള സമൂഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുകയാണ് ഒരു വിഭാഗം ആളുകൾ. എന്നാൽ തൻ്റെ വീട്ടിന് മുന്നിൽ വെച്ച് ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പോലും പാടില്ലേ എന്നുള്ള വേറൊരു ചോദ്യവും ഒരു വിഭാഗത്ത് നിൽക്കുന്നുമുണ്ട്. ഇങ്ങനെ വളരെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ തരംഗമായി കഴിഞ്ഞ് 2 ദിവസമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയായിട്ട് നിൽക്കുന്നത്. കേരള സമൂഹം ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് തിരിയുന്നൊരു ഘട്ടമാണ്. ഇത് ആരുടെ സ്റ്റാൻഡാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞൂടാത്ത ഘട്ടത്തിലേക്ക് പോലും എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിങ്ങൾ എന്ത് കാണുന്നു? ഈ വീഡിയോ കണ്ടതിന് ശേഷം കേരളത്തിലെ സദാചാര ബോധം ഉണരുകയാണോ, അല്ലെങ്കിൽ ആർക്കും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ള റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവകാശമില്ലേ? പ്രേക്ഷകർ തീരുമാനിക്കുക.